ഐ തിങ്ക് നിങ്ങൾക്ക് സ്ക്രീനും കാണാം, അല്ല ഞാൻ പറയുന്നതും കേൾക്കാം അല്ലെ? കുഴപ്പമൊന്നുമില്ലല്ലോ? യെസ്. ആരെങ്കിലും ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. യെസ്, കേൾക്കുന്നുണ്ട്. ഓക്കെ. ഗോപിക, അനൂപ്, റൈറ്റ്. സോ ദിസ് ഈസ് നമ്മുടെ ആദ്യത്തെ KS-ന്റെ ഫൗണ്ടേഷൻ ക്ലാസ് ആണ്. ഓക്കെ. ഈ ക്ലാസ് നമ്മുടെ പ്രിപ്പറേഷൻ, നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ, ഏത് രീതിയിലായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ, എന്റെ എക്സ്പീരിയൻസ്. ഓക്കെ, കഴിഞ്ഞ തവണ ഞാൻ മെയിൻസ് എഴുതിയ സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഡിഫക്റ്റുകൾ എല്ലാം ഈ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ വെൽക്കം. നിങ്ങൾ KS-ന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ, പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ ഡൗട്ടിലായിരിക്കും ഉണ്ടാവുക. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും സബ് ഇൻസ്പെക്ടറിനും വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾ KS എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, പ്രിപ്പയർ ചെയ്യണമെന്ന് മാത്രമല്ല, എക്സാം പോയി എഴുതുകയും ചെയ്യണം. ഓക്കെ, ഡിഗ്രി പ്രിലിംസിന് പണ്ടത്തെ പോലെയല്ല. 2020 ആദ്യത്തെ KS എക്സാമിനേഷൻ കഴിഞ്ഞ സമയത്ത് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി കഴിയുന്ന ഒരു എക്സാം ആയിരുന്നു, ഈ ഒരു രീതിയിൽ കഴിയുന്ന ഒരു എക്സാം ആയിരുന്നു. അതിനുശേഷം 2021, 22, 23, 24 PSCയുടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പല എക്സാംസും നമ്മൾ കണ്ടു കഴിഞ്ഞു. LD ആണെങ്കിലും +2 ആണെങ്കിലും ഡിഗ്രി ലെവൽ ആണെങ്കിലും, എസ്പെഷ്യലി ഫോർ ദി ഡിഗ്രി ലെവൽ അല്ലെ, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫേസസ് അല്ലെ, KS-നേക്കാൾ കൂടുതൽ കടുപ്പായിട്ടുള്ള എക്സാം നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പൊ ഫസ്റ്റത്തെ കാര്യം, നിങ്ങൾ സംശയിക്കാൻ പാടില്ല. വേക്കൻസി അവിടെ നിൽക്കട്ടെ, നമുക്കത് പറയാം. നിങ്ങൾ എന്തായാലും എക്സാമിനേഷൻ എഴുതണം. ഓക്കെ. കുറെ പേർക്ക് ഡൗട്ടാണ് എങ്ങനെയാണ് ഇതിന് പ്രിപ്പയർ ചെയ്യുക. മോസ്റ്റ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ആർ ആസ്കിങ് 10,000, 20,000 ഒക്കെയാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ചോദിക്കുന്ന പ്രൈസ് അല്ലെ. അതുകൊണ്ട് തന്നെ കുറെ പേര് മടിച്ചു നിൽക്കുകയാണ്. എന്തായാലും 10 വേക്കൻസി അല്ലേ ഉള്ളൂ, ചുമ്മാ എന്തിനാ ഇത്രയും പൈസ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തിനാണ് ചുമ്മാ വേസ്റ്റ് ആക്കുന്നതെന്നൊക്കെ രീതിയിലാണ്. സോ ആ ഒരു പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് ഞാൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്കലി എന്താണ് ഈ ഒരു പ്ലാന്? ഈ പ്ലാൻ എന്ന് പറഞ്ഞാൽ പ്രിലിംസ് ആൻഡ് മെയിൻസ്. ഓക്കെ, രണ്ടിൻ്റെതും എങ്ങനെ നമുക്ക് പ്രിലിംസ് ടാക്കിൾ ചെയ്യാം, എങ്ങനെ നമുക്ക് മെയിൻസ് ടാക്കിൾ ചെയ്യാം, ഏതൊക്കെ രീതിയിലായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ ഉണ്ടാവേണ്ടത് അല്ലെ. പ്ലസ് ഓറിയന്റേഷൻ ക്ലാസ്സസ്, എല്ലാ സബ്ജക്ട്, ഓരോ സബ്ജക്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും നമ്മൾ പഠിക്കാൻ പോവുക, ഏത് രീതിയിലായിരിക്കും നമ്മൾ പഠിക്കാൻ പോവുക, എല്ലാം ഇവിടെ പറയും. ഓക്കെ, സോ നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സസ് ഉണ്ടാവും. ക്ലാസ്സസ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. നോട്ട്സ് എന്ന് പറയുമ്പോൾ പോയിന്റർ നോട്ട്സോ അല്ലെങ്കിൽ മൈൻഡ് മാപ്പോ, ഓക്കെ, മൈൻഡ് മാപ്പോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ഫോർ റിവിഷൻ. ആ നോട്ടിലായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുക. അതിന്റെ കൂടെ ഞാൻ നിങ്ങളടുത്ത് ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് വായിക്കാൻ വേണ്ടി പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മോഡേൺ ഇന്ത്യ ആണെന്ന് വിചാരിച്ചോ. മോഡേൺ ഇന്ത്യക്ക് ഞാനിപ്പോ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ട് മൈൻഡ് മാപ്പും പോയിന്റർ നോട്ടും ഉപയോഗിച്ച് ക്ലാസ് എടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഇനഫ്. ബേസിക്കലി ആ ക്ലാസ് എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസസ് UPSC ലെവലിലുള്ള ക്ലാസ്സസ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്. അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റാൻഡേർഡ് റിസോഴ്സസ്. ഓക്കെ, മോഡേൺ ഇന്ത്യക്ക് സ്പെക്ട്രം ഓർ ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്. ഓക്കെ, ആ ഒരു ബുക്ക് കൂടി നിങ്ങൾ വായിക്കണം. ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. നിങ്ങൾ ഈ ചാപ്റ്റർ ഇവിടുന്നാണ് ഇതാണ് വായിക്കേണ്ടതെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. ആ സമയത്ത് നിങ്ങൾ അത് വായിക്കുകയും വേണം. ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്, ബിക്കോസ് ടു ഇൻക്രീസ് യുവർ റീഡിംഗ് കപ്പാസിറ്റി. നിങ്ങളുടെ റീഡിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വായിക്കുക തന്നെ വേണം. ഓക്കെ, ഇംഗ്ലീഷിൽ സംസാരിക്കാനും ഇംഗ്ലീഷിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് മലയാളത്തിൽ ഈ ഒരു എക്സാമിനേഷൻ എഴുതാം, അതിലേക്ക് വരാം. എന്നിരുന്നാലും ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് ഞാൻ പറയും. ആ സ്റ്റാൻഡേർഡ് ബുക്കിന്റെ കറക്റ്റ് ആയിട്ട് ചാപ്റ്റേഴ്സ്, ഈ ദിവസം ഈ ചാപ്റ്റർ നിങ്ങൾ വായിക്കണം. അതിനനുസരിച്ച് ഞാൻ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ അത് ഏകദേശം മനസ്സിലായി. ഇപ്പോ ഡൗട്ട് ഉണ്ടാവും, കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. പക്ഷെ ആദ്യത്തെ മോഡേൺ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് 1-2 ക്ലാസ്സസ് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ആ ഡൗട്ട് ഇല്ലാതെയാവും. ഓക്കെ, സോ കോംപ്രഹെൻസീവ് ലൈവ് ക്ലാസ്സസ് ആണ്, എല്ലാം ലൈവ് ക്ലാസ്സസ് ആണ്. സമയവും കാര്യങ്ങളൊക്കെ ഈ UPSC പ്രിപ്പയർ, UPSC അല്ല, KS പ്രിപ്പ് വിത്ത് മിയാൻ എന്നുള്ള ചാനലിൽ എല്ലാ ക്ലാസ്സിന്റെയും ടൈമും കാര്യങ്ങളൊക്കെ ഒരു ദിവസം മുമ്പ് തന്നെ പറയുന്നതായിരിക്കും. പോയിന്റർ നോട്ട് ആയിരിക്കും, പ്ലസ് മൈൻഡ് മാപ്സ്. ഓക്കെ, മൈൻഡ് മാപ്പുകളായിരിക്കും, ഈസി റിവിഷൻ.
പിന്നീട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മെന്റർഷിപ്പ് സെക്ഷൻസും കാര്യങ്ങളൊക്കെ വെക്കാം. ഓക്കെ, കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് എങ്ങനെ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണമെന്ന് പലർക്കും ഡൗട്ടാണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മന്ത്ലി മാഗസീൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, മന്ത്ലി മാഗസീൻ പ്രൊവൈഡ് ചെയ്യും. അന്യോൺ ക്ലാസ്സസ് രാവിലെ ഉണ്ടാവും, വൈകുന്നേരം ഉണ്ടാവും, രാത്രി ഉണ്ടാവും. ഓക്കെ, ഒരു ദിവസം ഒറ്റ ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. ഒരു ദിവസം ഒറ്റ ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. ഓക്കെ, മിക്കവാറും എല്ലാ ദിവസവും ഒരു ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ മാഗസീൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആ മാഗസീന് ഓൾറെഡി ലാഫോഴ്സയിൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 2024 ലാഫോഴ്സ മെയിൻ ചാനലിൽ ഓൾറെഡി അതിന്റെ മന്ത്ലി മാഗസീൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഞാൻ വേണമെങ്കിൽ അത് ഫോർവേഡ് ചെയ്ത് തരാം. ഓക്കെ, ഏത് രീതിയിലായിരിക്കണം നമ്മുടെ ജസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. യെസ്, ഞാനൊരു മന്ത്ലി മാഗസീന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലേക്ക്. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നോക്കൂ. ഓക്കെ, ഇതേ രീതിയിൽ ഞാൻ എന്ത് ചെയ്യും, എല്ലാ മാസത്തെ കറണ്ട് അഫയേഴ്സും ഒന്നരാഴ്ച അല്ലെങ്കിൽ 2 വീക്ക് കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് തരും. ഓക്കെ, നമ്മള് കറണ്ട് അഫയേഴ്സ് ജാനുവരി 2024 മുതൽ ഓക്കെ എക്സാമിന്റെ ഒരു മാസം മുമ്പ് വരെ, ഇപ്പത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ PSC എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ ഒരു മാസം മുമ്പ് വരെയൊക്കെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ കറണ്ട് അഫയേഴ്സിന്റെ മാഗസീൻ ഞാൻ നിങ്ങൾക്ക് തരും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു സമയവും പറഞ്ഞു തരും. ഓക്കെ, മാഗസീൻ ഇതാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇന്ന് നിങ്ങൾ ഇത് കവർ ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരും. എന്നിരുന്നാലും ആ മാഗസീന്റെ ഒരു റെഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദിസ് ഈസ് ദി മന്ത്ലി മാഗസീൻ ഓഫ് ലാഫോഴ്സ. ആക്ച്വലി ഇത് നമ്മുടെ പെയ്ഡ് ബാച്ചിലെ മെറ്റീരിയൽ ആണ്, പെയ്ഡ് കറണ്ട് അഫയേഴ്സിന്റെ മെറ്റീരിയൽ ആണ്. ഇൻഫാക്ട് അത് ഞാൻ നിങ്ങൾക്ക് തരും. ഓക്കെ, അതിനുശേഷം ലൈവ് PYQ അനാലിസിസ് പ്രാക്ടീസ്, UPSCയുടെ ക്വസ്റ്റ്യൻസും കേരള PSCയുടെ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യും. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിന്റെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, ഐ വിൽ ഇന്റഗ്രേറ്റ്. ഓക്കെ, പൊളിറ്റിയുടെ PYQ ഒക്കെ നമ്മൾ കേരള PSCയുടെ മുഴുവൻ ചെയ്തതാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള എക്കണോമിക്സിന്റെയും സിവിക്സിന്റെയും എല്ലാം നമ്മൾ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, സോ ആ ഒരു ഫ്രീ ഇനിഷ്യേറ്റീവ് കൂടി ഇതിന്റെ ഒരു ഭാഗമാവും. സോ ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ ദ ഡിഗ്രി ലെവൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, അതും ഇതിന് യൂസ്ഫുൾ ആവും. ഓക്കെ, ബേസിക്കലി KSന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡിഗ്രി ലെവൽ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പ്രിലിംസിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോ കുറച്ച് പേപ്പർ 2ഉം സ്പെഷ്യൽ ടോപ്പിക്കും ഒക്കെ കുറച്ച് കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ട്, അത് അവിടെ എത്തട്ടെ. നമ്മൾ ലൈവ് ആയിട്ട് മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, ലൈവ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ്. ഒരു ക്വസ്റ്റ്യൻ എടുക്കും, ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. കഴിഞ്ഞ തവണ നമ്മൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിട്ട് നമ്മളെല്ലാവരും എക്സാമിനേഷൻ പോകുന്ന സമയത്ത്, മെയിൻസ് എക്സാമിനേഷൻ പോകുന്ന സമയത്ത് നമുക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, ഏത് രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, ക്വസ്റ്റ്യന്റെ പാറ്റേൺ. അതായത് PSC മുമ്പേ മുൻകൂട്ടി പറഞ്ഞിട്ടില്ല എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എത്ര ഉണ്ടാവും, സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഞാൻ ഉൾപ്പെടെ ഒരു UPSC മാതൃകയിലാണ് ഒരു 10-15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആവും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് ആയിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ 3 to 5 മാർക്സിന്റെ ആയിരുന്നു. പറയാം, മെയിൻസിന്റെ കാര്യം ഞാൻ പറയാം. അതിനുശേഷം എല്ലാ സബ്ജക്റ്റിനും ഓറിയന്റേഷൻ സെക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ദീസ് ആർ ദ ബേസിക് ഫീച്ചേഴ്സ്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് അതിപ്പോ ഓൾറെഡി ഞാൻ 1-2 ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏത് രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് പോവുക, ഏത് രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് ഉണ്ടാവുക. ഇൻഫാക്ട് കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യം, ഈ ക്ലാസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ KS എന്നുള്ള എക്സാം ഒന്നും അറിയാത്തവരെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ച് പറയാം. പ്രിലിമിനറി എക്സാമിനേഷൻ. ഓക്കെ, ഡേറ്റ് നമ്മളടുത്ത് PSC ഓൾറെഡി തന്നിട്ടുണ്ട്. ജൂൺ 14-ാം തീയതിയാണ് പ്രിലിംസിന്റെ എക്സാം ഉണ്ടാവുക. പ്രിലിമിനറി 2 പേപ്പർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അറിയുന്നവർ ശ്രദ്ധിച്ച് കേൾക്കുക, അല്ലാത്തവര് ശ്രദ്ധിക്കുക. പ്രിലിംസിന് 2 പേപ്പറാണ് ഉണ്ടാവുക, പേപ്പർ 1ഉം പേപ്പർ 2. പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 1 hour and 30 minute ആണ് സമയം 2 പേപ്പറും. ഓക്കെ, രണ്ടിന്റെയും സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ദിസ് ഈസ് ദി പ്രിലിംസിന്റെ സിലബസ്. ഓക്കെ, ഈ സിലബസ് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. നോട്ടിഫിക്കേഷൻ സമയത്ത് തന്നെ 2020 അതേ സിലബസ് തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. പേപ്പർ 1ഉം പേപ്പർ 2. ഓക്കെ,
സിലബസിന്റെ കാര്യം നിങ്ങൾ നോക്കുക, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു എക്സാമിന്റെ പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. പ്രിലിംസിന് പേപ്പർ 1 പേപ്പർ 2 ഉണ്ട്. അതില് പേപ്പർ 2 മലയാളവും ഇംഗ്ലീഷും വരുന്നത്. മലയാളം ആൻഡ് ഇംഗ്ലീഷ് 50 മാർക്കാണ്, 50 മാർക്കാണ്. പ്ലസ് പേപ്പർ 1 മാത്തമാറ്റിക്സ് വരുന്നത് 15 മാർക്കാണ്. സോ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് പ്രിലിംസിന് 65 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. എല്ലാ ഡിഗ്രി എക്സാമിനും ഞാൻ പറയുന്ന പോലെ തന്നെ മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ പ്രിലിംസ് എന്നുള്ള കടമ്പ നമുക്ക് ഈസിയായി കിടക്കാൻ പറ്റും. ആ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതാണ് പ്രിലിംസ് എക്സാമിനേഷൻ. പ്രിലിംസ് എക്സാമിനേഷൻ 2 പേപ്പറാണ്. രാവിലെ ഒരു ദിവസം തന്നെയാണ് എക്സാമിനേഷൻ നടക്കുക. ഐ തിങ്ക് യു ഗൈസ് നോ അബൌട്ട് ഇറ്റ്. ഓക്കെ, ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അത്. പ്രിലിംസിന് ശേഷം ഒരു കട്ട് ഓഫ് ഉണ്ടാവും. ആ കട്ട് ഓഫിന് ശേഷം, നിശ്ചിതമായിട്ടുള്ള ഒരു കട്ട് ഓഫിന് ശേഷം, കഴിഞ്ഞ തവണ 2160 പേരാണ് മെയിൻസ് എക്സാമിനേഷൻ എഴുതിയത്. ഓക്കെ, മെയിൻസ് എക്സാമിനേഷന് ക്വാളിഫൈ ചെയ്തത്. അത്രയും പേര് എഴുതിയിട്ടുണ്ടാവില്ല, ആബ്സെന്റും കാര്യങ്ങളൊക്കെ. എന്നിരുന്നാലും 2160 പേരാണ് മെയിൻസ് എക്സാമിനേഷൻ എഴുതിയത് ഫോർ എ വേക്കൻസി ഓഫ് 33. 33 വേക്കൻസി ആയിരുന്നു. നിലവിൽ 37 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 33 വേക്കൻസിക്ക് 2160 പേര് മെയിൻസ് എഴുതിയിട്ടുണ്ട്. ഈ തവണ നമ്മുടെ വേക്കൻസി 11 ആണ്. സോ ഡിവൈഡഡ് ബൈ 3, ഒരു അപ്രോക്സിമേറ്റ് ഒരു 700 to 1000 പേരായിരിക്കും മെയിൻസ് എക്സാമിനേഷന് ക്വാളിഫൈ ചെയ്യുക. ഇത് എന്റെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു കണക്കാണ്. ഓക്കെ, ഈ 700-ല് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 1000-ല് നമുക്ക് ഉൾപ്പെടണം. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ആൻഡ് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യുന്ന പോലെയൊന്നുമല്ല. മെയിൻസ് ആണെങ്കിലും പ്രിലിംസ് ആണെങ്കിലും സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പേപ്പർ 2 സംതിങ് ഡിഫറെന്റ് അല്ലെ, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. കുറെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കണം, കുറെ സബ്ജക്റ്റുകൾ പഠിക്കണം. ഇവിടെ എക്സാക്ട്ലി പ്രിലിംസിന്റെ അതേ സിലബസ് തന്നെയാണ് മെയിൻസിനും. സോ പ്രിലിംസിന് എന്താണോ പഠിക്കുന്നത് അത് തന്നെയാണ് മെയിൻസിന്റെ സിലബസും. സോ ആക്ച്വലി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമാണ് KS. 2025-ലെ KS 2020-ലാണെങ്കിൽ കടുപ്പാണെന്ന് പറയാം. നമുക്ക് ഈ എക്സാമിനേഷൻ പാറ്റേണും എക്സാമിനേഷന്റെ ടൈപ്പും ക്വസ്റ്റ്യൻ പാറ്റേണും ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ നമുക്കെല്ലാം അറിയാം. വി നോ എവറിത്തിങ് അല്ലെ. ക്വസ്റ്റ്യൻസ്, മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, എത്ര സ്പേസ് ആണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എത്ര സ്പേസ്, 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എല്ലാം നമുക്കിപ്പോ അറിയാം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഇതിൽ ഫെമിലിയർ ആയി. ഓക്കെ, നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാമിനേഷൻ കണ്ട് ഫെമിലിയർ ആയി. അതുകൊണ്ട് തന്നെ KS എക്സാമിനേഷൻ എന്ന് പറയുന്നത് വലിയ കടമ്പയൊന്നുമല്ല കിടക്കാൻ. പ്രോപ്പർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. മെയിൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ 3 പേപ്പറാണ്. പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3, 3ഉം 100 മാർക്കിനാണ്. 2 ഹവറാണ് എക്സാമിനേഷൻ. മെയിൻസിന്റെ സിലബസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യെസ്, വെൻ യു അണ്ടർസ്റ്റാൻഡ് ദ ഗെയിം യു ഡോണ്ട് പാനിക്. ഓക്കെ, നമുക്ക് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് മോഡേൺ ഇന്ത്യ ഒക്കെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഏത് സബ്ജക്ട് പഠിക്കുകയാണെങ്കിലും കറക്റ്റ് ആയിട്ട് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസിലി പോസിബിൾ. പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മെയിൻസിന്റെ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പേപ്പർ 2, പേപ്പർ 3, പേപ്പർ 4 ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് 3 പേപ്പർ. സോ അത് ക്ലിയർ ആണല്ലോ. മെയിൻസ് രണ്ടാമത്തെ സ്റ്റേജ് ആണ് മെയിൻസ് എക്സാമിനേഷൻ. 3 പേപ്പർ ഉണ്ടാവും. അതിന്റെ ഡേറ്റ് നമുക്ക് ഓൾറെഡി ഇപ്പം തന്നെ PSC പുറത്തു വിട്ടു. ഒക്ടോബറിലാണ് എക്സാം. അതിനുശേഷം ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. ഇന്റർവ്യൂക്ക് 45 മാർക്കാണ് ഇന്റർവ്യൂ. ഓക്കെ, 45 മാർക്കാണ്. ബേസിക്കലി സബ് ഇൻസ്പെക്ടറുടെ പോലെ അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സാമുകളുടെ പോലെയുള്ള ഒരു ഇന്റർവ്യൂ പാറ്റേൺ അല്ല കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് റാങ്കും ലാസ്റ്റ് റാങ്കും തമ്മിൽ ദർ ഈസ് എ ഗ്രേറ്റ് ഡിഫറൻസ് ഇൻ ദി ഇന്റർവ്യൂ മാർക്ക്. ഗ്രേറ്റ് ഡിഫറൻസ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഒരു ഡിഫറൻസ് അവിടെ ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് 28 മാർക്ക് മുതൽ 35, 34 അങ്ങനെ ഒരു റേഞ്ച് ഓഫ് ഡിഫറൻസ് നമുക്ക് ഇന്റർവ്യൂവിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇന്റർവ്യൂയും ഒരു ഫാക്ടറാണ്. എന്നിരുന്നാലും മെയിൻസ് ക്വാളിഫൈ ചെയ്താലേ ഇന്റർവ്യൂ എത്തുള്ളൂ. പ്രിലിംസിന്റെ കട്ട് ഓഫ് കഴിഞ്ഞ തവണ ഓപ്പൺ സ്ട്രീം 77 മാർക്കായിരുന്നു 200-ല്. ഓക്കെ, ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 77 മാർക്കാണ് സ്ട്രീം 1ന്റെ കട്ട് ഓഫ്. സ്ട്രീം 2-ന് 60 മാർക്കും. നമ്മൾ സ്ട്രീം 2ന്റെ കാര്യം, സ്ട്രീം 3ന്റെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്ട്രീം 1ന്റെ കാര്യം നോക്കിയാൽ മതി അല്ലെ. അത് അവിടെ നിൽക്കട്ടെ, അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മളിവിടെ എന്ന് വെച്ച് സ്ട്രീം 2ഉം സ്ട്രീം 3യും ഈ ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആക്കാം. എന്നിരുന്നാലും ജനറൽ കാറ്റഗറിയുമായിട്ടാണ് ഞാനിവിടെ കാര്യങ്ങൾ പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന്
ഓർത്തിരിക്കുക. 77 മാർക്കായിരുന്നു കഴിഞ്ഞ തവണത്തെ പ്രിലിംസിന്റെ കട്ട് ഓഫ്. KS സ്ട്രീം 2 60 മാർക്കും പിന്നെ സ്ട്രീം 3 50 മാർക്സും അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അപ്രോക്സിമേറ്റ്. ഇതില് 2160 പേരാണ് മെയിൻസ് എക്സാമിനേഷൻ എഴുതാൻ ക്വാളിഫൈ ആയത്. ഓക്കെ, മെയിൻസിന്റെ അവസാനം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 68 പേരുടെ റാങ്ക് ലിസ്റ്റ് ആണ് PSC കഴിഞ്ഞ തവണ സ്ട്രീം 1-ന് മെയിൻ ലിസ്റ്റിന്റെ കാര്യമാണ് സ്ട്രീം 1-ന് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതില് ഏറ്റവും അവസാനം 68ാമന്റെ മാർക്ക് 140 മാർക്കായിരുന്നു. ഓക്കെ, സോ കട്ട് ഓഫ് വാസ് 140 ഔട്ട് ഓഫ് 300. 50% പോലും അല്ലെ, പകുതി പെർസെന്റേജ് പോലും ഉണ്ടായിട്ടില്ല. പിന്നീട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് 168 മാർക്കാണ്. ഞാൻ ഈ മാർക്കൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ധാരണ തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മെയിൻസ് എക്സാമിനേഷന് ഇത്ര മാർക്കൊക്കെയാണ് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്റർവ്യൂനും കാര്യങ്ങളൊക്കെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, 168 മാർക്കായിരുന്നു അവസാനം വന്നിട്ടുള്ള ആളുടെ മാർക്ക്, ഫൈനൽ മാർക്ക്. ഇന്റർവ്യൂയുടെ മാർക്കും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്റർവ്യൂവിന് 45 മാർക്കാണ് എന്നുള്ളത്. അതും നിങ്ങൾക്ക് മനസ്സിലായി. ഈ എക്സാമിന്റെ പാറ്റേണും എക്സാമിനേഷൻ കാര്യങ്ങളും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? പിന്നെ നമ്മൾ കഴിഞ്ഞ തവണത്തെ KS എക്സാമിനേഷന്റെ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെ, ബാക്കിയുള്ള എല്ലാ എക്സാംസിനും നമ്മൾ നോക്കുകയാണെങ്കിൽ PSC കറക്റ്റ് ആയിട്ട് വെയിറ്റേജ് കൂടി പറയും അല്ലെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5, എക്കണോമിക്സ് 5 അല്ലെ, പിന്നെ അതേപോലെ തന്നെ എല്ലാം. പക്ഷെ KSന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ പ്രാവശ്യവും വെയിറ്റേജ് എവിടെ നിന്നൊക്കെയാണെന്ന് എക്സാക്ട്ലി പറയുന്നില്ല. എന്നിരുന്നാലും കഴിഞ്ഞ തവണത്തെ പ്രിലിംസ് അനാലിസിസ് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏകദേശം ഈ ഒരു പാറ്റേൺ തന്നെയായിരിക്കും ഈ വർഷവും ഫോളോ ചെയ്യാൻ. ഏകദേശം ഐ ആം പ്രെഡിക്റ്റിംഗ് അപ് ടു 80% ഈ ഒരു പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക, മാർക്ക് വെയിറ്റേജും കാര്യങ്ങളും ഒക്കെ. ഇന്ത്യൻ ഹിസ്റ്ററിക്ക് 11 മാർക്കായിരുന്നു, കേരള ഹിസ്റ്ററി 15 മാർക്ക് ഇൻക്ലൂഡിംഗ് ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ. വേൾഡ് ഹിസ്റ്ററിക്ക് 4 മാർക്കാണ് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് സിസ്റ്റം, ഗവർണൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ 26 മാർക്ക്. ജിയോഗ്രഫി 12 മാർക്ക്. എക്കണോമിക്സ് 7 മാർക്ക്. മാത്സിന്റെ വെയിറ്റേജ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 15. ഇംഗ്ലീഷ് മലയാളം, ഇംഗ്ലീഷ് 20, മലയാളം 30. കേരളത്തിന്റെ ബേസിക് ഫാക്ട് എക്സെട്ര. അവസാനം സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ 30 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത് 2020 ഈ പ്രാവശ്യം സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളൊക്കെ അറിയാലോ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. PSC ഒരുപാട് മാറി. 2020 PSC അല്ല 2025 എത്തി നിൽക്കുന്ന സമയത്ത്. പേപ്പർ 2ന്റെ കാര്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജിയോഗ്രഫി 5, ഓക്കെ, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സയൻസ് ആൻഡ് ടെക് 14, കറണ്ട് അഫയേഴ്സ് 12. സോ കറണ്ട് അഫയേഴ്സിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് KSന്റെ കാര്യത്തിലുണ്ട്. ഓക്കെ, സോ ഞാൻ തരുന്ന മന്ത്ലി മാഗസീൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. ഐ ആം ഗ്യാരണ്ടിങ് ദാറ്റ് മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യന് ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സിൽ നിന്നേ വരുള്ളൂ. ഓക്കെ, ബിക്കോസ് UPSC മെറ്റീരിയൽസിൽ നിന്നും PIBയിൽ നിന്നും ഒക്കെയാണ് ഞാൻ ആ മാഗസീന് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറെ കറണ്ട് അഫയേഴ്സ് റീഡ് ചെയ്യണമെന്നില്ല. പക്ഷെ ഞാൻ തരുന്ന കറണ്ട് അഫയേഴ്സ് പ്രോപ്പറായി റീഡ് ചെയ്യുക, പ്രോപ്പറായി റിവൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചോളൂ. ഓക്കെ, സോ ഇതാണ് പ്രിലിംസിന്റെ എക്സാം. ഓക്കെ, അനാലിസിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഈ ഒരു രീതിയിൽ, ഈ ഒരു പാറ്റേണിലാണ് അല്ലെ, ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നമ്മളും ഈ ഒരു പാറ്റേണിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് ഉണ്ടാവുക. ഓക്കെ, ക്ലാസ്സസ് ഒക്കെ ഞാൻ തന്നെയായിരിക്കും കൊടുക്കുക, നോട്ട്സും ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയായിരിക്കും. അതിനുശേഷം മെയിൻസിന്റെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് നമ്മൾ മെയിൻസിന് പോവുകയാണെങ്കിൽ ആദ്യമേ പറയാം, കഴിഞ്ഞ തവണ നമുക്കൊന്നും അറിയില്ലായിരുന്നു. മെയിൻസ് ഈസ് ഓൾ അബൌട്ട് പ്രിലിംസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൺമുമ്പിൽ ഒരു ആൻസർ ഉണ്ട്. ആ ആൻസർ നിങ്ങൾ പിക്ക് ചെയ്യുക. അതാണ് പ്രിലിംസ് എക്സാം, പ്രിലിമിനറി എക്സാം. മെയിൻസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല അല്ലെ. മെയിൻസിന്റെ കാര്യത്തിൽ നമ്മളൊക്കെ കഴിഞ്ഞ തവണ വലിയ ഇപ്പോ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എഴുതി വിടാം, എന്തെങ്കിലുമൊക്കെ അടിച്ചു വിടാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എക്സാക്ട്ലി ഇതേ രീതിയിലായിരുന്നു കേട്ടോ. 1 2 3 4 5 6 6 വരിയാണ് ഉണ്ടായത്. ഒരു ക്വസ്റ്റ്യനും 6 വരിയും. അപ്പോ ഇവിടെ എന്താണ്, അടിച്ചു വിട്ട് എഴുതാൻ പറ്റില്ല, പോയിന്റ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇന്ത്യൻ റിനൈസൻസ് റിസൾട്ടഡ് ഇൻ ദ എമർജൻസ് ഓഫ് ന്യൂ ഐഡന്റിറ്റി ഫോർ ഇന്ത്യൻ വുമൺ. ഇതിന്റെ ഉത്തരം ഞാൻ പറയുന്നില്ല, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം.
പക്ഷെ എന്നാലും ആ ഒരു പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കുക. 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യന് 6 വരിയാണ് ഉണ്ടായത്. സോ മെയിൻസ് ഈസ് ഓൾ അബൌട്ട് യുവർ സ്കിൽ ടു റൈറ്റ് ആൻസർ ഇൻ എ ലിമിറ്റഡ് ടൈം ആൻഡ് സ്പേസ്, എക്സാക്ട്ലി ലൈക്ക് UPSC അല്ലെ. ഉത്തരം എഴുതുന്നതിൽ മാത്രമല്ല, എങ്ങനെയാണ് ആ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമില് ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ നല്ലൊരു ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ, അവിടെയാണ് കാര്യം. അവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ് ഉണ്ടാവുക. അതേപോലെ തന്നെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യനും 3 മാർക്കും 5 മാർക്കിന്റെ ക്വസ്റ്റ്യനുമാണ് ഇതേ രീതിയിൽ തന്നെ 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14. Yes, 14 ലൈൻസ്. ഇങ്ങനെയാണ് നിങ്ങളുടെ മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ഇതും കൂടി നിങ്ങൾ ഇപ്പൊ അറിഞ്ഞിരിക്കുക. ഒരുപാട് പേർക്ക് അറിയില്ലായിരിക്കും, ഇപ്പൊ നിങ്ങൾ അറിയാം. ഓക്കെ, അതേപോലെ തന്നെ മെയിൻസ് എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ട്രൈ ടു അറ്റംപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ട്രൈ ടു അറ്റംപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ സക്സസ് റേറ്റും കൂടും. ഞാനൊക്കെ കഴിഞ്ഞ തവണ അറിയുന്നത് മാത്രം ഭംഗിയായി നല്ല രീതിയിൽ എഴുതി വെച്ചിട്ട് വരിക ചെയ്തത്. അങ്ങനെ കാര്യമില്ല. എല്ലാ ക്വസ്റ്റ്യൻസും എഴുതുക. എല്ലാ ക്വസ്റ്റ്യൻസും എഴുതുന്ന സമയത്ത് തന്നെ ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരത്തിന് നമുക്ക് മാക്സിമം മാർക്കൊക്കെ ഉണ്ട്. ഒരാൾക്ക് ഈ മാർക്കിന് കൂടുതൽ കൊടുക്കില്ല. ഏകദേശം UPSCയുടെ ആ ഒരു ഇവാലുവേഷൻ മെത്തേഡ് തന്നെയാണ്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും നമ്മളിങ്ങനെ ഉത്തരം എഴുതുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് മാർക്ക് ഫെച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ ഹൈ ചാൻസ് ആണ് നമുക്ക് ഇന്റർവ്യൂയിലേക്ക് എത്തിപ്പെടാന്നുള്ളത്. ഈ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. എല്ലാം വളരെ നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ എന്താ പറയുക, ചുറ്റിപ്പിടിച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ചോദിച്ചത്. ഡിസ്കസ് കൺസേൺ ആൻഡ് ചലഞ്ചസ് ഓഫ് ഇന്ത്യൻ ബാങ്കിങ് അല്ലെ, നോൺ പെർഫോമിംഗ് അസറ്റുമായി ബന്ധപ്പെട്ട് ബാഡ് ലോൺ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അല്ലെ. അപ്പം ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ ആ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിശ്ചിതമായിട്ടുള്ള സമയത്ത് ടൈമിൽ എങ്ങനെ നമുക്ക് എഴുതി തീർക്കാൻ പറ്റുമോ അതിലാണ് നിങ്ങളുടെ സക്സസ് ഉണ്ടാവുക. എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യണം. അത് എന്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നതാണ്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം അറ്റംപ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്ത് വരലല്ല. ദിസ് ഇസ് നോട്ട് എന്താ പറഞ്ഞാല് ഡിഗ്രി ലെവൽ എക്സാം പോലെയല്ല. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം, അതും ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിലും സ്പേസ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് മോക്ക് ക്വസ്റ്റ്യൻസ്. എപ്പം മുതൽ പ്രാക്ടീസ് ചെയ്യണം? ഇപ്പോഴല്ല, കുറച്ച് നമ്മുടെ പഠിത്തം കുറച്ചൊന്ന് നമ്മളൊരു ടോപ്പിക് പഠിച്ചു കഴിയുന്നതിന് ശേഷം നമുക്ക് തന്നെ സ്വയമായി ക്വസ്റ്റ്യൻ തരും. നമുക്ക് തന്നെ അത് ആൻസർ റൈറ്റിംഗ് ലൈവായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോ പ്രാക്ടീസ്, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഫസ്റ്റ് നമ്മൾ പ്രിലിംസിന് ഫോക്കസ് ചെയ്യണം. ആ കാര്യം നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. പ്രിലിംസ് ക്വാളിഫൈ ചെയ്താലേ മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ. ഇൻഫാക്ട് മെയിൻസിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ ഇത് നമ്മുടെ ആദ്യത്തെ ഫൗണ്ടേഷൻ ക്ലാസ് ആണ്. ഓക്കെ, ജസ്റ്റ് ഈ പറഞ്ഞ പോലെ സിലബസും കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്തുക. എക്സാമിനേഷൻ പാറ്റേണും കാര്യങ്ങളൊന്ന്, എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഒരു സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കുന്നതെന്നൊക്കെ കാര്യങ്ങൾ ജസ്റ്റ് പറയാ. അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത ഫൗണ്ടേഷൻ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ടോപ്പിക്കുകൾ പഠിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഹിസ്റ്ററിയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മോഡേൺ ഹിസ്റ്ററി വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, മോഡേൺ ഹിസ്റ്ററി, അതിന്റെ ട്രാൻസിഷനും മിഡീവൽ മോഡേണിലേക്കുള്ള ട്രാൻസിഷനും ലേറ്റർ മുഗൾസും അതിനുശേഷമുള്ള ബ്രിട്ടീഷുകാരുടെ ആംഗ്ലോ മൈസൂർ, മറാത്താസ്, സിന്ധ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായിരിക്കും നമ്മൾ ആദ്യം പഠിക്കുക. ഓക്കെ, കഴിഞ്ഞ തവണ ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മൈസൂർ റിലേറ്റഡ് ആയിട്ട് പ്രിലിംസിനും മെയിൻസിനും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ നമ്മൾ ആദ്യം മോഡേൺ ഇന്ത്യ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമ്മുടെ പ്ലാനിങ്, ടൈം ടേബിളും കാര്യങ്ങളൊക്കെ അടുത്ത രണ്ടാമത്തതും അവസാനമായിട്ടുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ഞാനത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, പിന്നെ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി കറക്റ്റ് ചെയ്യാം. ക്ലാസ്സസ് ഉണ്ടാവും. ഓക്കെ, ഞാൻ തന്നെയാണ് ക്ലാസ്സസ് എടുക്കുക. പോയിന്റർ നോട്ട് അല്ലെങ്കിൽ മൈൻഡ് മാപ്പ് ഞാൻ നിങ്ങൾക്ക് തരും. അതിന്റെ കൂടെ നിങ്ങളോട് ഞാൻ പറയും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്ക് വായിക്കാൻ. ഓക്കെ,
യു ഹാവ് ടു റീഡ് സ്റ്റാൻഡേർഡ് ബുക്സ്. അത് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ, മടിഞ്ഞിരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്തേ പറ്റൂ. മോഡേൺ ഇന്ത്യക്ക് അതൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സ്റ്റാൻഡേർഡ് ബുക്ക് വായിക്കും, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് റിവിഷൻ ചെയ്യണം. ഓക്കെ, ഒരു ടോപ്പിക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് MCQ ടെസ്റ്റ് വെക്കാം. ഓക്കെ, ഒരു സെക്ഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ MCQ ടെസ്റ്റ് വെക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യും ഓഫ് ബോത്ത് KPSC ആൻഡ് UPSC. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും നമ്മള്, എന്താണ് സാർ, ലൈവ് ക്ലാസിന്റെ റെക്കോർഡിങ്സ് ഉണ്ടാവും. ലൈവ് ക്ലാസിന്റെ റെക്കോർഡിങ്സ് ഒന്നുകിൽ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ ഈ ടെലിഗ്രാം ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യും. റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, എനിക്കറിയാം അപ് ടു 80 to 85% സ്റ്റുഡൻസിന്റെ റെക്കോർഡിങ്സ് ആണ് ആവശ്യം. ഈ പറഞ്ഞ പോലെ കറക്റ്റ് സമയത്ത് അവർക്ക് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. PYQയുടെ PDF ഞാൻ പോസ്റ്റ് ചെയ്യും. ഓക്കെ, ഓൾറെഡി ലാഫേഴ്സൈഡ് പൊളിറ്റിയുടെ PYQ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, PYQയുടെ PDFും കാര്യങ്ങളൊക്കെ ഞാൻ തരും. മന്ത്ലി കറണ്ട് അഫയേഴ്സ് മാഗസീൻ ഇതിലല്ലേ സാറ്, ഇനി ഇതിൽ ഞാൻ ഇടും മന്ത്ലി മാഗസീൻ. ഞാൻ പറഞ്ഞല്ലോ, മന്ത്ലി മാഗസീൻ കറണ്ട് അഫയേഴ്സ് 2 വീക്ക് കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ 1.5 വീക്ക് കൂടുന്ന സമയത്ത്, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകും. കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സസ് ഉണ്ടാവില്ല. കറണ്ട് അഫയേഴ്സ് നിങ്ങൾ മാഗസീൻ വെച്ച് പഠിക്കണം. PYQ പ്രാക്ടീസ്, അതിനുശേഷം നമ്മൾ ആൻസർ റൈറ്റിംഗ് ചെയ്യും. ഓക്കെ, കംപ്ലീറ്റ്ലി ഈ പറഞ്ഞിട്ടുള്ള ഈ ക്ലാസ്സസും നമ്മുടെ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം, കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ആൻ എഡ്ജ്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് അതിന്റെ എഡ്ജ് ഉണ്ടാവും, ഉറപ്പാണ്. ബട്ട് വൺ തിങ് ഈസ് ദാറ്റ് കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. കൺസിസ്റ്റൻസി ആണ് ഡെയിലി എത്ര ക്ലാസ് ഉണ്ടാവും? ഡെയിലി ഒറ്റ ക്ലാസ് ഉണ്ടാവുള്ളൂ. മോസ്റ്റ് പ്രോബബ്ലി 2 to 2.5 മണിക്കൂറിന്റെ ക്ലാസ്സസ് ആയിരിക്കും, ഒറ്റ ക്ലാസ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അപ്രോച്ച് വെച്ചിട്ട് പ്രിലിംസും മെയിൻസും ക്വാളിഫൈ ചെയ്യാൻ നോക്കും. PYQ ടെക്നിക്, അതായത് ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചാൽ നിങ്ങൾക്ക് 15 മാർക്സ് കിട്ടും. അല്ല, കേരള ഹിസ്റ്ററി പഠിച്ചാൽ നിങ്ങൾക്ക് അപ് ടു 16 മാർക്സ് കിട്ടും. വേൾഡ് ഹിസ്റ്ററി പഠിച്ചാൽ നിങ്ങൾക്ക് 3-4 മാർക്കേ കിട്ടുള്ളൂ KSന്റെ കാര്യത്തിൽ. സോ ഇവിടെ തന്നെ നമുക്കൊരു ഐഡിയ വന്നു അല്ലെ, ബിഫോർ സ്റ്റഡിങ് വേൾഡ് ഹിസ്റ്ററി വി ഹാവ് ടു സ്റ്റഡി ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി അല്ലെ. ഈ രീതിയിൽ നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യണം. അല്ലാതെ ചുമ്മാ ഈ പറഞ്ഞ പോലെ സിലബസിലുള്ള കാര്യം 1 മുതൽ ആൻഷ്യന്റ് മീഡിയ 1 മുതൽ ലാസ്റ്റ് വരെ വായിച്ച് പഠിക്കലല്ല. സ്മാർട്ട് വർക്ക് ചെയ്തിട്ട് PSC ഏതൊക്കെ പോർഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുമോ അത് മനസ്സിലാക്കി പഠിക്കണം. മോക്കിംഗ് ചെയ്യും. കേരള ഹിസ്റ്ററി റിലേറ്റഡ് പോർഷൻസ് ഒക്കെ ബേസിക്കലി കേരള കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾക്ക് ബുക്സ് അവൈലബിൾ അല്ല. ഓക്കെ, മാർക്കറ്റിൽ അവൈലബിൾ അല്ല. നമ്മൾ പല ഇന്റർനെറ്റ് സോഴ്സുകളും യൂസ് ചെയ്തിട്ട് പഠിക്കും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. PYQ അപ്രോച്ച് വെച്ചിട്ട് നമ്മൾ പഠിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അപ്രോച്ച്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. അടുത്ത ഒരു ഫൗണ്ടേഷൻ ക്ലാസ് മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് സൺഡേ, ട്യൂസ്ഡേ ആയിരിക്കും ഉണ്ടാവുക. ട്യൂസ്ഡേ ഇതേ സമയത്ത് നമ്മൾ ഫൗണ്ടേഷൻ ക്ലാസിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയും. നമ്മുടെ പ്ലാൻ, നമ്മൾ എങ്ങനെയൊക്കെയാണ് പഠിക്കാൻ നോക്കുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, റൈറ്റിംഗ് എക്സാം നമുക്ക് തരുന്ന സിലബസ് റിലേറ്റഡ് ടോപ്പിക് ആയിരിക്കുമോ? റൈറ്റിംഗ് എക്സാം സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയല്ലേ തരുള്ളൂ. നമുക്കറിയാലോ, ഓൾറെഡി ഇപ്പോ PSC ചോദിക്കുന്ന ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. 2 മെയിൻസ് എക്സാമിനേഷൻ കഴിഞ്ഞല്ലോ. സ്ട്രീം 1-ന്റെതും സ്ട്രീം 2-ന്റെതോ 3-ന്റെതോ. അതുകൊണ്ടാണ് നമുക്ക് 6 ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ മെയിൻസ്.
അതെ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിരിക്കും ഋതു ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലെ. നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ മോഡേൺ ഇന്ത്യ പഠിക്കുകയാണ്, അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ തരുള്ളൂ. അങ്ങനെയല്ലേ നിങ്ങൾക്ക് ഇപ്പൊ എഴുതാൻ പറ്റുള്ളൂ. മന്ത്ലി മാഗസിൻ 2024 ജാനുവരി തൊട്ടുള്ളതാണ് നോക്കേണ്ടത്. ഒരു വർഷം, അതായത് എക്സാം എപ്പോഴാണോ അതിന്റെ ബാക്കോട്ടേക്കുള്ള ഒരു വർഷം. PSC ഇപ്പൊ 2 വർഷം ഒക്കെ ചോദിക്കുന്നുണ്ട്, ബട്ട് ബേസിക്കലി ഒരു വർഷം വരെയുള്ളത് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ പഠിക്കേണ്ടത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിപ്പറേഷൻ ജസ്റ്റ് സ്റ്റാർട്ടഡ്. കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ നിന്ന് 2-3 years ബ്രേക്ക് ആയിരുന്നു, ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഇപ്പം കേസ് വന്ന് സൊസോട്ടലി. അതാണ് പ്ലെയർ 456 ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെയും KSന്റെയും എക്സാം ഇന്റഗ്രേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അതായത് കുറെ ടോപ്പിക്കുകൾ, കുറെ സിലബസുകൾ ഓവർലാപ്പിംഗ് അല്ലേ. നിങ്ങൾ നോക്കൂ, എക്കണോമിക്സ് ആണെങ്കിലും ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി ആണെങ്കിലും വേൾഡ് ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും എല്ലാം ഒരുപാട് സിലബസ് ഓവർലാപ്പിംഗ് അല്ലേ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സിലബസ് ഡിഗ്രി പ്രിലിംസിന്റെ സിലബസുമായിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനം അല്ലല്ലോ നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെ. എല്ലാം ഓവർലാപ്പിംഗ് ആണ്. നിങ്ങൾ നോക്കൂ, ആൻഷ്യന്റ് മിഡീവൽ സെപ്പറേറ്റ് ആണ്, ഇല്ല. മോഡേൺ ഒക്കെ നമ്മുടെ പ്രിലിംസിനുള്ള അതേ സിലബസ് തന്നെയല്ലേ. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ, ഇല്ല, ഏതെങ്കിലും ഒരു സ്ട്രീമിലല്ലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പ്രിലിംസിന് പ്രീവൈക്ക് നമ്മൾ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് പേപ്പർ ആണ് നോക്കുന്നത്. KSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ 2 എണ്ണം അല്ലേ ഉള്ളൂ. പ്രിലിംസിന് നമ്മൾ എന്ത് ചെയ്യും, KSന്റെ 2 ക്വസ്റ്റ്യൻ പേപ്പർ, ഓക്കെ 2 ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ, അത് നോക്കും. അതിനുശേഷം UPSCയുടെ PYK നോക്കും, കുറച്ച് PYK നോക്കും. ഓക്കെ, കേരള PSCയുടെ തന്നെ ഡിഗ്രി ലെവൽ PYK ഉണ്ടല്ലോ ഒരുപാട്, അതും നമ്മൾ നോക്കും. അങ്ങനെയായിരിക്കും PYQ അനാലിസിസ് ഉണ്ടാവുക. സ്ട്രീം 2 ആണെങ്കിലും സ്ട്രീം 1 ആണെങ്കിലും സ്ട്രീം 3 ആണെങ്കിലും സ്ട്രാറ്റജി സെയിം തന്നെയാണ്, സിമിലർ തന്നെയാണ്. അവിടെ കട്ട് ഓഫ് മാർക്കിൽ ചെറിയ വ്യത്യാസം വരുന്നു, ചെറിയ വ്യത്യാസം മാത്രമേ വരുള്ളൂ, ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. കഴിഞ്ഞ തവണ സ്ട്രീം 1ന് 77 ആയിരുന്നു കട്ട് ഓഫ്, സ്ട്രീം 2ക്ക് 60 മാർക്ക്. സ്ട്രീം 2 സ്ട്രാറ്റജി സിമിലർ സ്ട്രാറ്റജി തന്നെയാണ്. ആൻസർ റൈറ്റിംഗ് മലയാളം ഇംഗ്ലീഷ് അല്ലേ. ഇപ്പൊ മലയാളത്തിൽ എഴുതുന്നവർ ഫുള്ളും മലയാളത്തിൽ തന്നെ ആയിരിക്കണം എന്നുണ്ടോ? സൂപ്പർവൈസർ മുനിസിപ്പാലിറ്റി എന്ന് മലയാളത്തിൽ എഴുതാനാകുമോ? മലയാളത്തിൽ ആൻസർ എഴുതാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. മലയാളത്തിൽ ആൻസർ എഴുതാം. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കഴിഞ്ഞ തവണ മലയാളത്തിൽ ആൻസർ എഴുതിയിട്ടുണ്ട്. പക്ഷെ മലയാളത്തിലേക്കാൾ നല്ലത് ഇംഗ്ലീഷിൽ ആൻസർ എഴുതുന്നതാണ്. എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, മലയാളത്തില് ആൻസേഴ്സ് എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ 3 മാർക്കിന് ഈ 6 വരിയിലൊന്നും പോയിന്റ് ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിലും അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഷോർട്ട് ആക്കിയിട്ട് എക്സാമിനെ കുറച്ചുകൂടി കൺവിൻസ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷിന്റെ ഒറ്റ വരി മലയാളത്തിന്റെ 2 വരിക്ക് തുല്യമാണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബബിളി ഇംഗ്ലീഷിൽ ആൻസർ എഴുതി പ്രാക്ടീസ് ചെയ്യാം. ഇംഗ്ലീഷിൽ എഴുതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. യെസ്. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ജസ്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. ഓക്കെ, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് റിവിഷനും ചെയ്യാം. ഓക്കെ, ഈ 11 വേക്കൻസിയേ ഉള്ളൂ, ശരിയാണ്. അതിന്റെ ഡാർക്ക്നെസ്സും കൂടി ഞാൻ പറഞ്ഞുതരാം. 11 വേക്കൻസീസേ ഉള്ളൂ. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും നിങ്ങളടുത്ത് ഈ വേക്കൻസിയുടെ കാര്യം മാത്രം പറയില്ല. നിങ്ങളടുത്ത് പറയും KS ആണ്, മറ്റേ സെക്കൻഡ് ഗസറ്റഡ് ആണ്, IAS കിട്ടും, 8 വർഷം കഴിഞ്ഞാൽ IAS ഓഫീസർ ആവും, കൺഫേർഡ് IAS കിട്ടും. നിങ്ങൾ ആദ്യം തന്നെ തുടക്കം തന്നെ ഡെപ്യൂട്ടി കളക്ടർ ആവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ ഒക്കെ ആവും. അത് മാത്രമേ നിങ്ങളടുത്ത് പറയുള്ളൂ. ഈ വേക്കൻസിയുടെ കാര്യം നിങ്ങളടുത്ത് പറയില്ല. അതും കൂടി ഞാൻ പറയാം. 11 വേക്കൻസിയാണ് നമുക്ക് നിലവിലുള്ളത്. വേക്കൻസി നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത ഒക്കെ കുറവാണ്. ഓക്കെ, ജസ്റ്റ് ഒരു 5ഓ 6ഓ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതെ പ്ലെയർ 456 നമ്മള് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുക, മെയിൻസ് ക്വാളിഫൈ ചെയ്യുക, അതിലാണ് കാര്യം. കറണ്ട് അഫയേഴ്സ് ചെയ്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ്
എപ്പോഴാണോ എക്സാം, ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ, ഐ ഡോണ്ട് ആൻസർ അഗെയിൻ. എപ്പോഴാണോ എക്സാം അതിന്റെ ഒരു വർഷം പിന്നോട്ടേക്കുള്ള കറണ്ട് അഫയേഴ്സ് വരെ ഞാൻ ജാനുവരി 24 മുതലുള്ള തരും. ഓക്കെ, നമ്മുടെ ജാനുവരി 24 മുതലുള്ള കറണ്ട് അഫയേഴ്സ് തരും. 2 വർഷം പുറകിലുള്ള അല്ലെങ്കിൽ 2.5 വർഷം പുറകിലുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട് ബേസിക്കലി PSC. അങ്ങനെ ഒരു വർഷം മാത്രം ആക്കിയിട്ടൊന്നും അങ്ങനെ ലിമിറ്റഡ് ഒന്നുമല്ല. 2 വർഷം 3 വർഷം വരെ ബാക്കിലുള്ള ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. ബട്ട് ബേസിക്കലി ഈ 3 വർഷത്തെയും 3.5 വർഷത്തെയും ഒക്കെ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഒരു എക്സാമിന് പഠിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എന്താ പറഞ്ഞാല് കോസ്റ്റ് ബെനിഫിറ്റ് കുറവാണ്. അതുകൊണ്ട് ബേസിക്കലി ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആണ്. എക്സാം എപ്പോഴാണോ അതിന്റെ ഒരു വർഷം പിന്നിലുള്ള കറണ്ട് അഫയേഴ്സ് അറ്റ്ലീസ്റ്റ് നോക്കുക. അതിന്റെ പിന്നോട്ടേക്ക് നോക്കണ്ടെന്നല്ല, നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. ബട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടല്ലേ, വി ആർ ഹ്യൂമൻസ്, അവർ ഹ്യൂമൻ കപ്പാസിറ്റി ഈസ് ലിമിറ്റഡ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ഒരു വർഷം പുറകെ അല്ലെങ്കിൽ നോക്കാന്ന് പറയുന്നത്. ഓക്കെ, വേക്കൻസി നിലവില് 11 വേക്കൻസീസ് ആണുള്ളത്. വേക്കൻസി ഇസ് എ കൺസേൺ, ഇല്ല എന്ന് പറയുന്നില്ല. 11 വേക്കൻസി ഉള്ളതുകൊണ്ട് തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടും നിങ്ങളടുത്ത് വേക്കൻസിയുടെ കാര്യം മറച്ചു വെച്ച് ബാക്കിയുള്ള ഗ്ലോറിഫിക്കേഷനും കാര്യങ്ങളും മാത്രമേ പറയുള്ളൂ. യെസ്, KS വളരെ നല്ല ജോലിയാണ്. കേരളത്തിലെ കിട്ടാവുന്നതിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ജോലിയാണ്. ഓക്കെ, IAS ഏകദേശം തുല്യതയിലൊക്കെയുള്ള ജോലിയാണ്. 8 വർഷം കഴിഞ്ഞാൽ കൺഫേർഡ് IAS ഒക്കെ ആവും. അതിനൊന്നും ഒരു തർക്കമില്ല. പക്ഷെ 11 വേക്കൻസി ആണുള്ളത്. ഈ 11 വേക്കൻസിക്ക് നമ്മൾ നല്ലതുപോലെ കഷ്ടപ്പെടണം. വി ഹാവ് ടു ഡു റിയലി ഹാർഡ് വർക്ക്. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് കിട്ടാണ്ടൊന്നുമില്ല ഈ 11-ല്. ഞാൻ പറയട്ടെ, എല്ലാ നമ്മൾ പെയ്ഡ് ബാച്ച് ആണെങ്കിലും ഏത് ബാച്ച് ആണെങ്കിലും തുടക്കത്തില് 100 സ്റ്റുഡൻസ് ഉണ്ടാവും. ഓക്കെ, പതുക്കെ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് 50 ആവും. പിന്നീട് ഒരു 2-3 മാസം കഴിയുമ്പോഴേക്ക് 40 ആവും. എക്സാം അടുപ്പിച്ചൊരു 10 പേരുണ്ടാവും. ഈ 10-ല് ഒരു 5 പേര് ക്വാളിഫൈ ചെയ്ത് പോകും. അതാണ് യാഥാർത്ഥ്യത്തിൽ നടക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ബി കൺസിസ്റ്റന്റ്. പിന്നെ ഒരു കാര്യം, റിസോഴ്സ് ലിമിറ്റ് ചെയ്യുക. ലിമിറ്റ് യുവർ റിസോഴ്സ്. ഇത് പറയാൻ പറ്റുമതാണ് കേട്ടോ. റിസോഴ്സ് ലിമിറ്റ് ചെയ്യുക. അവിടുന്നും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് റിസോഴ്സസ് പഠിക്കുന്നതിനേക്കാൾ നല്ലത് റിസോഴ്സ് ലിമിറ്റ് ചെയ്യുക. ക്ലാസ് ഇല്ല ഇന്ന് ക്ലാസ് അല്ല, ഇന്ന് ഫൗണ്ടേഷൻ ആണ്. DXDBB ഇന്ന് ഫൗണ്ടേഷൻ ആണ്. ഏത് രീതിയിലാണ്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഡയറക്ട്ലി നമുക്ക് ക്ലാസ്സിൽ കിടക്കാൻ പറ്റില്ല. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ദിസ് ഈസ് ദി ഫസ്റ്റ് ഫൗണ്ടേഷൻ ക്ലാസ്. ഒരു ഫൗണ്ടേഷൻ ക്ലാസ് കൂടി ഉണ്ടാവും. അതിലായിരിക്കും നമ്മുടെ പ്ലാൻ പറയാ, എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്, എങ്ങനെയായിരിക്കും, എപ്പോഴായിരിക്കും നമ്മൾ ആൻസർ റൈറ്റ് ചെയ്യുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും. ഓക്കെ, സോ റിസോഴ്സ് ലിമിറ്റ് ചെയ്യുക. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് റിസോഴ്സ് ലിമിറ്റ് ചെയ്യുക. ഹൗ ടു ലിമിറ്റ് ദ റിസോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റ് നിങ്ങൾ ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ അതിന്റെ 1 to 100 വരെ പഠിക്കണം. ഞാനിത് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങളിപ്പോ യൂട്യൂബിൽ ഒരു ക്ലാസ് കാണുകയാണ്, സംതിങ് ഒരു ടോപ്പിക്കിന്റെ ക്ലാസ് കാണുകയാണ്. പിന്നീട് അതിന് കണ്ടിന്യൂഷൻ ഇല്ല, അല്ലെ? പല ഫ്രീ റിസോഴ്സസിന്റെ പ്രശ്നം അതാണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലേലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടോളൂ. മൂസീന ക്ലാസ് തുടങ്ങിയിട്ടില്ല, ക്ലാസ് ഉടനെ തുടങ്ങും. ഇത് ഫൗണ്ടേഷൻ ക്ലാസ് ആണ്. ഓക്കെ, അമ്മണി. അതായത് റിസോഴ്സ് ലിമിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ്. ബിക്കോസ് നമുക്കിപ്പോ പ്ലെന്റി ഓഫ് ദ റിസോഴ്സസ് നമ്മുടെ ടെലിഗ്രാമിലും അവിടെ ഇവിടെ ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ റിസോഴ്സ് ലിമിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റിവിഷന്റെ സമയം ഉണ്ടാവില്ല. റിവിഷന് പ്രോപ്പർ ആയിട്ട് നടന്നിട്ടില്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ വരികയും ഇല്ല. യഥാർത്ഥത്തിൽ റിവിഷൻ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മളത് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ റിവിഷൻ ചെയ്യണമെങ്കിൽ റിസോഴ്സ് ലിമിറ്റ് ചെയ്യണം. റിസോഴ്സ് ലിമിറ്റ് ചെയ്യണമെങ്കിൽ ഓരോ സബ്ജക്റ്റിനും ഒരു ബുക്ക്, 1 book ഈസ് ഇനഫ്, സ്റ്റാൻഡേർഡ് ബുക്ക്. ഓക്കെ, നിങ്ങളിപ്പോ പൊളിറ്റിയുടെ ക്ലാസ് കാണുകയാണ്, ഒരു അധ്യാപകന്റെ ക്ലാസ്സിൽ കാണുക, ഒരു അധ്യാപകനായിട്ട് ലിമിറ്റ് ചെയ്യുക. ഈ പൊളിറ്റിക്ക് തന്നെ നിങ്ങൾ 5-6 അധ്യാപകന്റെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, അല്ലെ? ഒരു അധ്യാപകൻ ആരും ആയിക്കോട്ടെ, ഒരു അധ്യാപകന്റെ ക്ലാസ് കാണുക, ആ അധ്യാപകൻ തരുന്ന PDF റീഡ് ചെയ്യുക, അത് മാക്സിമം റിവിഷൻ ചെയ്യുക, ഒരുപാട് MCQ ചെയ്യുക, PYQ ചെയ്യുക. ഇങ്ങനെയുള്ളവര് സക്സസ് ആയി പോകും. അല്ലാത്തവരെന്ത് ചെയ്യും? റാൻഡം ആയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി ക്ലാസ് കാണും, അവസാനം ഒന്നും മനസ്സിലാവില്ല, ഒന്നും റിവിഷൻ ചെയ്യാനുള്ള ഒരു ഇതും ഉണ്ടാവില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവണം. അതാണ് പറഞ്ഞത്.
ഈ പ്ലാനിങ് അടുത്ത ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരും എന്താണ് പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, എന്താണ് ആദ്യം പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് ഫസ്റ്റ് സബ്ജക്ട് ഏതൊക്കെ പഠിക്കണം, ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് കൊടുക്കാത്തത് എല്ലാം. ഗ്രൂപ്പ് ഡിസ്കഷൻ ദാ അക്ഷയ് പി ഇവിടെ തന്നെ. യെസ്, കെ എസിന്റെ കഴിഞ്ഞ തവണ മെയിൻസ് എഴുതിയിട്ടുണ്ട്, ക്വാളിഫൈ ചെയ്തിട്ടില്ല. ആ മെന്റർ UPSC മെന്റർ ആണ് ഫോർ 5 years. ഓക്കെ, കറന്റ്ലി ഞാൻ ലാഫോഴ്സ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൊളിറ്റി, എക്കണോമിക്സ്, കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ഓക്കെ, പെയ്ഡ് ബാച്ചിലുള്ള സ്റ്റുഡൻസിന് തന്നെ അറിയാൻ പറ്റും. അതേപോലെ തന്നെ SI മെയിൻസ് കഴിഞ്ഞ പ്രിലിംസും മെയിൻസ് ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ കറന്റ്ലി ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും, മെയിൻസിന്റെ കാര്യങ്ങളും ഓക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഐ തിങ്ക് നമുക്ക് ഇന്ന് ഇത്ര മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്ലാനിങ് ഓക്കെ ഏത് രീതിയിലായിരിക്കണം, ഇനി വരുന്ന ജൂൺ എക്സാമിനേഷൻ മുമ്പ് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനുള്ള ട്രിക്കുകൾ കാര്യങ്ങൾ എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, ഒറ്റ കാര്യം ഞാൻ പറയാനുള്ളത്, നിങ്ങൾ സിലബസ് 100% കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ KS ക്വാളിഫൈ ചെയ്യില്ല. ഓക്കെ, ഇവിടെ സ്മാർട്ട് വർക്ക് തന്നെയാണ് ആവശ്യം. സിലബസ് 100% കംപ്ലീറ്റ് ചെയ്യലല്ല നമ്മുടെ ഉദ്ദേശം. നമ്മള് സ്മാർട്ട് വർക്ക് ചെയ്തിട്ട് PSC ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോസിബിലിറ്റി, ഇതെങ്ങനെ പോസിബിലിറ്റി, PYQ നോക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കും, അതിനനുസരിച്ച് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. സാർ ഡെയിലി ഹിന്ദു ആർട്ടിക്കിൾസ് പ്രൊവൈഡ് ചെയ്യുമോ? ഡെയിലി ഹിന്ദു ആർട്ടിക്കിൾസോ? ഡെയിലി ഹിന്ദു ആർട്ടിക്കിൾസ് ഒക്കെ ഇപ്പൊ ഒരുപാട് ചാനൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് ടെലിഗ്രാം ചാനൽസ് ആർട്ടിക്കിൾസും ഈ പറഞ്ഞ പോലെ ക്ലാസ്സസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ആദ്യത്തെ ഫൗണ്ടേഷൻ ക്ലാസ് ഇത്ര മതി. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ചാനലിൽ അടുത്ത ക്ലാസ് എപ്പോഴാണെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇന്ന് ഇത്ര മതി, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ താങ്ക് യു, കീപ് കൺസിസ്റ്റൻസി, ഓൾ ദ ബെസ്റ്റ്.